വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പാർട്ണർഷിപ്പിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. പാർട്ണർഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു ചെറിയ കാര്യം കൂടെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അതായത് ഗ്യാരണ്ടി പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഗ്യാരണ്ടി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് പ്രോഫിറ്റ് ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. എന്തായാലും ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം എന്താണ് ഗ്യാരണ്ടി പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി വെക്കാം. ഗ്യാരണ്ടി പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 3 പാർട്ട്നേഴ്സ് എ ബി സി എന്ന് പറയുന്ന 3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് എല്ലാ വർഷവും ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ കുറയാത്ത പ്രോഫിറ്റ് കൊടുക്കാമെന്ന് മറ്റു 2 പാർട്ട്നേഴ്സും എഗ്രി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്യാരണ്ടി പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ 3 പാർട്ട്നേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ ബി സി 3 പാർട്ട്നേഴ്സ്. അതിൽ സി എന്ന് പറയുന്ന പാർട്ട്ണർക്ക് എല്ലാ വർഷവും മിനിമം 10,000 റുപ്പീസ് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ആണ്. അതായത് അയാളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും 10,000-ൽ കുറയില്ല. കൂടുതലുണ്ടെങ്കിൽ എന്തായാലും 10,000-ൽ കൂടുതൽ കിട്ടും. പക്ഷെ 10,000-ൽ കുറയാത്ത ഒരു പ്രോഫിറ്റ് എല്ലാ വർഷവും കൊടുക്കാമെന്ന് മറ്റു 2 പാർട്ട്നേഴ്സും, അതായത് എയും ബിയും എഗ്രി ചെയ്യുകയാണെങ്കിൽ, അവര് അതിന് സമ്മതിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്യാരണ്ടി പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഗ്യാരണ്ടി പ്രോഫിറ്റിന്റെ കേസിൽ നമ്മുടെ അക്കൗണ്ട്സിൽ നമുക്ക് വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ 10,000-ൽ കൂടുതലാണ് പ്രോഫിറ്റ് എങ്കിൽ നോ ഇഷ്യൂ, അവിടെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഒരുപോലെ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഈ പറഞ്ഞ പോലെ എ ബി സി 3 പാർട്ട്ണറുടെയും കേസിൽ അവർക്ക് എന്താണ്, ഈ സിക്ക് നമ്മൾ 10,000 പ്രോഫിറ്റ് ഗ്യാരണ്ടി ചെയ്തു. അങ്ങനെ ആ വർഷം അവർക്ക് ടോട്ടൽ 30,000 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കും. ടോട്ടൽ 30,000 രൂപ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈക്വൽ ആയിട്ട് വീതിക്കുകയാണെങ്കിൽ 3 പേർക്കും 10,000 രൂപ വെച്ച് കിട്ടും. സാറാണല്ലോ പറഞ്ഞത്, 3 പേർക്കും 10,000 രൂപ വെച്ച് കിട്ടും. പക്ഷേ അപ്പൊ അവിടെ ഇഷ്യൂ ഒന്നുമില്ല, നമുക്ക് നോർമലി ചെയ്താൽ മതി. ഇനി 30,000-ൽ കൂടുതലാണെങ്കിലും 3 പേർക്കും 10,000-ൽ കൂടുതലായിരിക്കും, അവിടെ ഇഷ്യൂ ഒന്നുമില്ല. അതേസമയം നമുക്ക് 30,000-ൽ താഴെയാണ് പ്രോഫിറ്റ് വന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 27,000 27,000 രൂപയാണ് പ്രോഫിറ്റ് വന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഈക്വൽ ആയിട്ട് വീതി 3 പേർക്കും 9,000 രൂപ വീതമാണ് പ്രോഫിറ്റ് കിട്ടുക. ക്ലിയർ ആണോ? 3 പേർക്കും 9,000 രൂപ വീതമാണ് പ്രോഫിറ്റ് കിട്ടുക. അപ്പൊ അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? സി എന്ന് പറയുന്ന പാർട്ട്ണർക്ക് നമ്മൾ ഗ്യാരണ്ടി ചെയ്തതാണ് 10,000 രൂപയിൽ കുറയാത്ത പ്രോഫിറ്റ് എന്തായാലും തരും എന്നുള്ളത്. അപ്പൊ മിനിമം അയാൾക്ക് നമ്മൾ എന്തായാലും എന്ത് കൊടുക്കണം, 10,000 രൂപ കൊടുക്കണം. പക്ഷെ അയാൾക്ക് പ്രോഫിറ്റ് എത്രയാണ് വന്നത്, 9,000 രൂപയാണ് പ്രോഫിറ്റ് വന്നത്. സോ ആ 9,000 കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 1,000 രൂപ അവിടെ പ്രോഫിറ്റിൽ കുറവുണ്ടാവും. ആ 1,000 രൂപ എയും ബിയും കൂടി അവരുടെ പ്രോഫിറ്റിൽ നിന്നും എടുത്തിട്ട് കൊടുക്കണം. എയും ബിയും കൂടെ അവരുടെ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് സി എന്ന് പറയുന്ന പാർട്ട്ണർക്ക് കൊടുക്കണം. അപ്പോ ഗ്യാരണ്ടി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. അതായത് ഗ്യാരണ്ടി പ്രോഫിറ്റിൽ ഗ്യാരണ്ടി ചെയ്ത പാർട്ട്ണർക്ക് അയാൾക്ക് എത്ര എമൗണ്ട് ആണോ ഗ്യാരണ്ടി ചെയ്തത് അത് തികയാതെ വന്നു കഴിഞ്ഞാൽ മറ്റു പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റിൽ നിന്നും പൈസ എടുത്തിട്ട് വേണം ആർക്ക് കൊടുക്കാൻ, ഗ്യാരണ്ടി ചെയ്ത പാർട്ട്ണർക്ക് കൊടുക്കാൻ. അപ്പൊ അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഇടയ്ക്കൊക്കെ ചോദിച്ച് കാണാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇടയ്ക്കൊക്കെ പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ്. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. മോഹിത് ആൻഡ് രോഹൻ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദി റേഷ്യോ ഓഫ് 2:1. They admit Rahul as a partner with a 1/4 share in profit with a guarantee that his share of profit shall be at least rupees 50,000. The net profit of the firm for the year ending March 31st, 2015 was rupees 1,60,000. Prepare profit and loss appropriation account. അതായത് മോഹിത് രോഹൻ എന്ന് പറയുന്ന 2 പാർട്ട്നേഴ്സ്, അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ദെൻ അവർ പുതിയൊരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്നു. അയാൾക്ക് 1/4 ഷെയർ ആണ് പ്രോഫിറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 2:1 ആയിട്ട് മാറും. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാഹുൽ എന്ന് പറയുന്ന പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്കൊരു ഗ്യാരണ്ടി പ്രോഫിറ്റ് പറയുന്നത് 50,000 ആണ്. അതായത് അയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മിനിമം 50,000 രൂപയായിരിക്കും എന്ന് മോഹിത്തും രോഹനും എഗ്രി ചെയ്യുന്നു. അപ്പോൾ അയാളുടെ ഗ്യാരണ്ടി പ്രോഫിറ്റാണ് 50,000 രൂപ. അതിനുശേഷം പറയുന്നത് ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,60,000 ആണ്. അപ്പോൾ ഈ 1,60,000 3 പേർക്കും വീതിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, രാഹുൽ എന്ന് പറയുന്ന പാർട്ണർക്ക് മിനിമം 50,000 രൂപ ഗ്യാരണ്ടി പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇത് വീതിക്കുമ്പോൾ 50,000 ഇല്ല എങ്കിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കിയേക്കാം.
അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയാലും നമുക്ക് 3 പാർട്ട്നേഴ്സ് ആണുള്ളത്, മോഹിത്, റോഹൻ ആൻഡ് രാഹുൽ. അതിൽ രാഹുൽ എന്ന് പറയുന്ന പാർട്ട്നർക്കാണ് ഇവിടെ എന്തുള്ളത്, ഗ്യാരണ്ടി പ്രോഫിറ്റ് ഉള്ളത്. അതായത് 50,000 രൂപ ഗ്യാരണ്ടി പ്രോഫിറ്റ് ആണ്. സോ നമുക്ക് ഈ വർഷം വന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,60,000 രൂപയാണ്. നമുക്കതൊന്ന് വീതിച്ച് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ 3 പേരുടെയും റേഷ്യോ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒന്ന് നോട്ട് ചെയ്യാം. ഇവിടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? അതായത് പഴയ റേഷ്യോ 2:1 ആയിരുന്നു, ടോട്ടൽ 3 ആണ്, അത് 2:1 ആണ്. എന്നാൽ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 1/4 ആണ്. ആർക്ക് കൊടുത്തത്? പുതിയ പാർട്ണർ ആയിട്ടുള്ള രാഹുലിന് കൊടുത്ത്. അയാളെ പുതിയ പാർട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അയാൾ കൊടുക്കുന്ന ഷെയർ 1/4 ആണ്. അപ്പൊ ടോട്ടൽ ഷെയർ 4 ആയിട്ട് മാറും. അതിലൊന്ന് അയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ന്യൂ റേഷ്യോ എന്ന് പറയുന്നതിനായിരിക്കും 2:1:1 ആയിരിക്കും. അതായത് മോഹിത്തിന് 2, റോഹന് 1, രാഹുലിനും 1. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്കാണോ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ഉള്ളത് അയാളുടെ ഷെയർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അയാളുടെ ഷെയർ എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ഇപ്പൊ രാഹുലിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ടോട്ടൽ പ്രോഫിറ്റിന്റെ മുകളിൽ അയാളുടെ ഷെയർ 1/4 അല്ലേ, അത് കണ്ടുപിടിക്കുക. അതായത് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1,60,000 ആണ്. 1,60,000 ഇൻറ്റു 1/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40,000 കിട്ടും. 1,60,000 ഇൻറ്റു 1/4 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40,000 എന്ന് കിട്ടും. അതായത് രാഹുലിന്റെ ഷെയർ. ഓക്കെ ആണല്ലോ. രാഹുലിന് നമ്മൾ ഗ്യാരണ്ടി ചെയ്ത് എത്രയാണ്? 50,000 ആണ്. മിനിമം അയാൾക്ക് നമ്മൾ എത്ര കൊടുക്കണം? 50,000 കൊടുക്കണം. പക്ഷെ ഇവിടെ എത്രയും പ്രോഫിറ്റ് വരുന്നുള്ളൂ? 40,000 വരുന്നുള്ളൂ. സോ അവിടെ ഡെഫിസിറ്റ് ഉണ്ട്. ആ ഡെഫിസിറ്റ് എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഡെഫിഷ്യൻസി എത്രയാണ് വരുന്നത്? അതായത് ഗ്യാരണ്ടി പ്രോഫിറ്റ് നമ്മൾ ഇപ്പൊ കിട്ടിയ പ്രോഫിറ്റ് കുറയ്ക്കാം. അതായത് ഗ്യാരണ്ടി പ്രോഫിറ്റ് 50,000 ആയിരുന്നു, മൈനസ് 40,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10,000. 10,000 ആണ് അയാളുടെ എന്ത് ഗ്യാരണ്ടി പ്രോഫിറ്റിന്റെ ഡെഫിഷ്യൻസി. അതായത് 50,000 രൂപയായിരുന്നു ഗ്യാരണ്ടി ഉണ്ടായിരുന്നത്, 40,000 രൂപ അയാൾക്ക് ഇപ്പൊ പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞാൽ 10,000 രൂപ അയാൾക്ക് കുറവാണ്. ഈ കുറവുള്ള 10,000 രൂപ ആര് കൊടുക്കണം? കുറവുള്ള 10,000 രൂപ മോഹിത്തും റോഹനും കൂടെ കൊടുക്കണം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവർ 2 പേരും കൂടെ കൊടുക്കും. ഒരാളാണ് കൊടുക്കാൻ ഇയാൾ എടുത്തു കൊടുത്താൽ മതി. 2 പേരാവുമ്പോൾ 2 പേരും എത്ര വീതം കൊടുക്കണം എന്നൊരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പൊ 2 പേരുടെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ 2 പേര് തുല്യമായിട്ട് കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ ഈക്വൽ അല്ല, 2 പേരുടെയും പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 2:1 ആണ്. അപ്പൊ ഈ 2:1 ആ 10,000 വീതിച്ചിട്ട് ആ എമൗണ്ട് വേണം 2 ആളുടെയും പ്രോഫിറ്റ് എന്ന് കൊടുക്കാൻ. അപ്പൊ ഇനി നമുക്ക് നോക്കിയേക്കാം. അപ്പോ മോഹിത്തിനും റോഹനും എത്രയാണ് പ്രോഫിറ്റ് വരിക എന്നുള്ളത് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് മോഹിത്തിന്റെ കാൽക്കുലേറ്റ് ചെയ്യാം. മോഹിത്ത് ഷെയർ എത്ര ഉണ്ടാവും? മോഹിത്തിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 1,60,000 ഇൻറ്റു 2/4. മോഹിത്തിന്റെ ഷെയർ എത്രയാണ്? 2 ആണ്. സോ 2/4 ആണ്. 2/4 ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടും? 80,000. ഈ 80,000 മൊത്തം മോഹിത്തിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അതില് കുറച്ച് പൈസ ആർക്ക് നമ്മൾ കൊടുക്കണം? രാഹുലിന് കൊടുക്കണം. അതിന് തികയാത്ത പൈസ. അപ്പൊ മോഹിത് രാഹുലിന് എത്ര കൊടുക്കണം എന്ന് നമുക്ക് നോക്കിയിട്ടാം. ലെസ് ഷെയർ ഓഫ് ഡെഫിഷ്യൻസി. ഡെഫിഷ്യൻസിയിൽ എത്രയാണ് ഇയാൾ കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം. ഈസ് ഈക്വൽ ടു ഡെഫിഷ്യൻസി വന്ന എത്രയായിരുന്നു? 10,000 അല്ലേ? 10,000 ഇയാളുടെ ഷെയർ എടുക്കുക. അയാളുടെ ഷെയർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നോർമലി അയാളുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 2:4 ആണ്. അത് 3 പേർക്കും കൂടെ വീതിക്കുമ്പോഴാണ്. പക്ഷെ ഇവിടെ ഡെഫിഷ്യൻസി നമ്മൾ 2 പേർക്ക് വീതിക്കുന്നു. നമ്മൾ റേഷ്യോ 2:1 ആയിരിക്കുന്നില്ല. 2:1 എന്ന് പറഞ്ഞാൽ ഇയാളുടെ റേഷ്യോ 2/3, ഇയാളുടെ റേഷ്യോ 1/3. താഴെ വരുന്നത് എല്ലാം കൂടെ കൂട്ടിയതാണ് കേട്ടോ. സോ ഇയാളുടെ റേഷ്യോ 2/3, 1/3 ആണ്. ഇതിലാണ് നിങ്ങൾ ഡെഫിഷ്യൻസി വീതിക്കേണ്ടത്, ഇത് പ്രോഫിറ്റ് വീതിക്കേണ്ടത്.
പ്രോഫിറ്റ് വീതിക്കുമ്പോൾ 3 പേർക്ക് വീതിക്കണം, ഡെഫിഷ്യൻസി വീതിക്കുമ്പോൾ 2 പേർക്കാണ്. അപ്പൊ രണ്ടാളുടെ റേഷ്യോയിലാണ് വീതിക്കേണ്ടത്. അപ്പൊ 1000-ന് 2/3 കൊണ്ട് വീതിക്കുക. 2/3 കൊണ്ട് വീതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6666.6 അങ്ങനെ പോവുക. അപ്പൊ നിങ്ങൾ റൗണ്ട് ചെയ്ത് എഴുതാം. റൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ 6667 എന്ന് എഴുതാം. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 73,333 ആണല്ലോ. അപ്പോ മോഹിത്തിന്റെ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 73,333. ഇതേപോലെ തന്നെ നമ്മൾ റോഹന്റെ കണ്ടുപിടിക്കാം. റോഹൻ ഷെയർ ഓഫ് പ്രോഫിറ്റ്. റോഹൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ് വരിക? നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. 1,60,000-ന്റെ റോഹന്റെ ഷെയർ. റോഹന്റെ ഷെയർ 1/4 തന്നെയാണ്. 1/4 കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് 40,000 എന്ന് കിട്ടും. ഈ 40,000 മൊത്തം റോഹൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, രാഹുലിന്റെ ഷെയർ ഓർക്കണം. സോ ലെസ് ഷെയർ ഓഫ് ഡെഫിഷ്യൻസി is equal to 10,000 ഇവിടെ ഷെയർ 1/3 ആണ്. സോ 1/3 is equal to 3,333. പോയിന്റ് 3 അങ്ങനെയാണ് പോകുമ്പോൾ നിങ്ങൾ 3,333 എടുത്താൽ മതി. കാരണം നമ്മൾ മുകളിലെ റൗണ്ടുകളോട് വരുമ്പോൾ സോ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് 36,667 ക്ലിയർ ആണല്ലോ. 3 പേർക്കും പ്രോഫിറ്റ് എത്രയെന്ന് കിട്ടി? ഇയാളുടെ പ്രോഫിറ്റ് 50,000 തന്നെ. കാരണം നമ്മൾ ഡെഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഇതെല്ലാവരുടെ പ്രോഫിറ്റ് അയാൾക്ക് ഗ്യാരണ്ടി ചെയ്ത 50,000 തന്നെയാണ് അയാളുടെ പ്രോഫിറ്റ്. മോഹന്റെ പ്രോഫിറ്റ് വരെ ശരിക്കും 80,000 ആയിരുന്നു. പക്ഷെ ഇയാളുടെ 50,000 ആക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പൈസ എടുത്തുകൊണ്ട് 73,000 ആയി. റോഹന്റെ പ്രോഫിറ്റ് 36,000 സംതിങ് ആയി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ചെയ്യേണ്ടത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാർക്ക് ചെയ്യാം. അത് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് വരച്ചാൽ എഴുതിയാൽ മതി. അപ്പൊ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നൂടെ പറയാം. ആദ്യം നമ്മൾ റേഷ്യോ എഴുതാം. അതിനുശേഷം നമ്മൾ രാഹുലിന്റെ ഷെയർ എത്രയെന്നുള്ളത്, ഒറിജിനലി ഉള്ള ഷെയർ എത്രയെന്നുള്ളത് കണ്ടുപിടിക്കുക. എന്നാലേ നമുക്ക് കുറവുണ്ടോ കൂടുതലുണ്ടോ എന്ന് നോക്കാൻ പറ്റുള്ളൂ. കൂടുതലാണെങ്കിൽ, അതായത് 50,000-ൽ കൂടുതൽ 50,000 ആണെങ്കിൽ പിന്നെ അവിടെ പ്രശ്നമില്ല, അതങ്ങ് വീതിച്ചു കൊടുത്താൽ മാത്രം മതി. പക്ഷെ 50,000 കുറവാണെങ്കിൽ ആ കുറവ് നമ്മൾ നികത്തി കൊടുക്കണം. അതാണ് ഇവിടെ പഠിക്കാനുള്ളത്. സോ നമ്മൾ രാഹുലിന്റെ ഷെയർ കണ്ടപ്പോൾ നമുക്ക് 40,000 കിട്ടിയത്. അതായത് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 10,000 കുറവുണ്ട്. ആ 10,000 നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ രണ്ടാളുടെയും അക്കൗണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരുടെ ഷെയർ കണ്ടു, എന്നിട്ട് അതിലെ 10,000-ലേക്കുള്ള ഷെയർ അവരുടെ അക്കൗണ്ടിൽ നമ്മൾ കുറച്ചു. ഇതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എഴുതിയാൽ മതി. അതെങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചതിന് സിമ്പിൾ ആയിട്ട് അതിനകത്തൊന്നുമില്ല. പ്രോഫിറ്റ് എഴുതുക, പ്രോഫിറ്റ് വീതിക്ക് അത്രേ ഉള്ളൂ. വേറെ ഇവിടെ നമ്മൾ ട്രാൻസാക്ഷൻസ് ഒന്നും ചെയ്യാനില്ല. അതായത് നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആക്കുമ്പോൾ അതിന് സാലറി ഒഴിവാക്കാണെങ്കിൽ അത് ഒഴിവാക്കാറുണ്ട്, കമ്മീഷൻ ഒഴിവാക്കാറുണ്ട്, ഇൻട്രസ്റ്റോ ക്യാപിറ്റൽ ഇൻട്രസ്റ്റോ ഡ്രോബീസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ പ്രോഫിറ്റ് വീതിക്കുന്നത് മാത്രമേ എഴുതാനുള്ളൂ. എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാൽ ജസ്റ്റ് ഇതിലേക്ക് നോട്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ നമ്മൾ ആദ്യം നെറ്റ് പ്രോഫിറ്റ് കാണിക്കാം. നെറ്റ് പ്രോഫിറ്റ് 1,60,000 അതേപോലെ തന്നെ എഴുതാം. ഈ 1,60,000 നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ വീതിച്ചാൽ മതി. അതായത് 3 പാർട്ടിലേക്ക് വീതിക്കുക. മോഹിത്, റോഹൻ ആൻഡ് രാഹുൽ. മോഹിത്തിന്റെ പ്രോഫിറ്റ് നമുക്ക് എത്ര കിട്ടിയത്? 73,333 ആയിരുന്നു. അതേപോലെ തന്നെ റോഹന് നമുക്ക് കിട്ടിയത് 36,667 ആയിരുന്നു. രാഹുലിന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി പ്രോഫിറ്റ് ആണ്. അതേപോലെ തന്നെ എഴുതുക 50,000. സോ രണ്ട് സൈഡും ടോട്ടൽ ഈക്വൽ ആയിരിക്കും 1,60,000. ഇത്രയുള്ള ഗ്യാരണ്ടി പ്രോഫിറ്റിന്റെ പ്രോബ്ലം ചെയ്യാൻ.
അപ്പൊ ആർക്കും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്യാരണ്ടി പ്രോഫിറ്റ്. അതെങ്ങനെയാണ് ചെയ്യുക എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളൂ. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് പാർട്ണർഷിപ്പിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിംഗ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ ഗ്യാരണ്ടി പ്രോഫിറ്റ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള ഈ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് പ്രധാനമായിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഗ്യാരണ്ടി പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. അപ്പൊ എന്തായാലും ക്ലിയർ ആയിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതിലേക്കും ബൈ.